ഹലോ ചെങ്ങായിമാരെ, വെൽക്കം ടു ഫ്രെയിംസ് ആൻഡ് ഫ്ലേവേഴ്സ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്മീൻ കറിയാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ കണ്ടാലോ? നെയ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ മിക്സ് ആക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് 15 മുതൽ 20 ചെറിയ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളതാണ് പച്ചമുളക്. ഞാനൊരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ. നിങ്ങളെ എരിവിനനുസരിച്ച് യൂസ് ആക്കണം. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിൽ ഇഞ്ചി എടുത്ത് വളരെ ചെറുതായി മുറിച്ചിട്ട് കൊടുക്കണം. പിന്നെ വേണ്ടതാണ് ഒരു മീഡിയം സൈസ് തക്കാളി. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടതാണ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അത്യാവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. പറ്റുന്ന പോലെ തക്കാളി ഒക്കെ ഒന്ന് ഉടച്ചെടുക്കുകയും വേണം. അത്യാവശ്യം ഉടഞ്ഞ് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കണം. ഞാനിവിടെ നെയ്മീനാണ് യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീനിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. നെയ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മസാലയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മാറ്റി വെക്കണം. ഇതിപ്പോ ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം മീൻ കഷ്ണങ്ങൾ എടുത്ത് മാറ്റണം. കാരണം ആദ്യം തന്നെ മീൻ ഇട്ട് വേവിച്ചാൽ ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി കറിക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കറി അത്യാവശ്യം വറ്റി വരികയും ചെയ്യണം. ഞാൻ ഇവിടെ പുളി ഉപയോഗിക്കുന്നില്ല, കാരണം തക്കാളിക്ക് അത്യാവശ്യം നല്ല പുളി ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും വാളൻ പുളിയോ കുടംപുളിയോ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ വറ്റി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മിക്സിന്റെ ചെറിയ ജാറിൽ ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കേണ്ടതാണ്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നല്ല സ്മൂത്തായി അരച്ചെടുക്കണം. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ കറിയൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി ജാറിൽ ഒഴിച്ച് ഒന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ ആ തേങ്ങ അരപ്പ് ഒന്ന് വെന്ത് വരട്ടെ. കൂടെ തന്നെ കറി ഒന്ന് വറ്റി വരികയും വേണം. മീൻ ഇടുന്നതിന് മുൻപ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കണം. അധികം സ്പൂൺ ഇട്ട് ഇളക്കരുത്, മീൻ ഉടഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാനേ പാടുള്ളൂ. ഇനി ഇതൊന്നുകൂടെ അടച്ചു വെക്കാം. മീൻ ഒന്ന് വെന്ത് വരട്ടെ. കറിയൊക്കെ നല്ലപോലെ വറ്റി മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഓയിലൊക്കെ മേലെ തെളിഞ്ഞു വന്നിട്ടുമുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒന്നുകൂടി നോക്കിയിട്ട് വേണേൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 or 3 വെളുത്തുള്ളി അല്ലി ചതച്ച് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഒരു നെയ്മീൻ കറി റെഡി ആയില്ലേ? നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വളരെ രുചികരമായ റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ഫ്രെയിംസ് ആൻഡ് ഫ്ലേവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു കിടിലൻ വീഡിയോ ആയി ഞാൻ വരാം. അപ്പൊ ശരി.